എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോവേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ്. നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമുക്കിന്നുണ്ട്. പക്ഷേ ഇത് സാധാരണഗതി SLC പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്താറാണുള്ളത്. ഒരു കൊലപാതകിയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട്. ഭാര്യയായി കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എംജാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വിളിച്ച് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്. അവർ 5 പേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, പരാതിയില്ല. ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളെ ഇതിൽ സാധാരണ ഈ കുറ്റം ചെയ്തവൻ ശിക്ഷ കൊടുക്കണം, അത് തൂക്കിക്കൊല്ലണം നമ്മൾ പറയുന്നില്ല. പരമാവധി നീതിപീഠത്തിന് കൊടുക്കാവുന്ന ഒരു ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തുക എന്ന് പറയുന്നൊരു ഇതാണ്. അവർ തന്നെ പറയുന്ന നിയമം പോലും പഠിച്ചു കഴിഞ്ഞു. കൂട്ടമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മൾ അപ്പം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഒരാൾ വന്നിട്ടല്ല ഇത് ചെയ്യുക, കുറ്റകൃത്യം ചെയ്യുക. ഒരു 10-20 പേര് വന്ന് ആക്രമിച്ചാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷഹബാസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെല്ലാം ചേർന്ന് ഷഹബാസ് എന്ന് പറയുന്ന അവരുടെ സഹപാഠിയെ കൊന്നു. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ആ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ്റെ അപ്പൻ്റെ പ്രതികരണമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും തെറ്റ് ചെയ്ത ആൾക്കാരെ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ ഇവിടെ നടക്കുകയാണ്. ഏത് കൊലപാതകം എടുത്തു നോക്കിയാൽ ഇപ്പം അങ്ങനെ തന്നെ ആയി മാറിയിരിക്കുകയാണ്. മിക്ക വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് 2025 തുടങ്ങിയ പിന്നെ കൊലപാതകങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കേൾക്കാൻ. ഈ പിടിച്ചുപറിയും കൊലപാതകവും പീഡനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് 14-15 വയസ്സേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ്. കൂട്ടം ചേർന്ന് ആക്രമിച്ചാൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നിയമത്തിന് ഇങ്ങനെ കുറച്ച് നൂലാമാലകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ നേരെ ഒന്നും വരത്തില്ല, ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാടാ എന്നുള്ള ഒരു തീരുമാനം പോലെ തോന്നി. അത് അവർക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് ഈ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു പയ്യനെതിരെ ഇവർ ഇത്രയും പേര് ചേർന്ന് കൂട്ടമായിട്ട് ആക്രമിച്ചത്. നഞ്ചക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആ കുട്ടീനെ തലക്കടിക്കുകയൊക്കെ ചെയ്തത്. ഈ ചെറിയ പിള്ളേരാണ്. 15 വയസ്സെന്ന് പറഞ്ഞാൽ എത്രയുണ്ട് പ്രായം? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഒന്നിനും പേടിയില്ല. കാരണം നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. നിയമങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു. കോടതി പോയാലും കേസുകൾ ഇങ്ങനെയാണ്, വക്കീൽ വാദിച്ചാൽ ഇങ്ങനെയാണ്, അത് നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാം. ഇതിനെല്ലാം പുറമെ ഇത്രയും തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചാലും ഇവരെ രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയവുമുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒരു പയ്യനെ റാഗ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? ഇവരെയൊക്കെ സംരക്ഷിച്ചത് ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെയല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ നടക്കും. അതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ ഇന്ന് എക്സാമിന് പോയപ്പോൾ ആ ബസ്സിലിരുന്ന് അവർ കളിയും ചിരിയും ബഹളവും എക്സാം ഹാളിലൊക്കെ അവർ ഭയങ്കര കോൺഫിഡൻറ്റോടെ വന്നത്. അത് പരീക്ഷയ്ക്ക് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ കോൺഫിഡൻ്റ് അല്ല. അവർ നമ്മുടെ നിയമത്തിനെതിരെയും അധ്യാപകർക്കെതിരെ കൊഞ്ഞനം കുത്തുന്നതാണ്. ഞാനിപ്പോൾ ഓർക്കണം, പണ്ടൊക്കെ സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധ്യാപകരൊക്കെ നമുക്ക് നല്ല അടി തരും. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. കാരണം വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. എന്തിനാണ് നിനക്ക് തല്ല് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അത്ര തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ തല്ലിയത്. അപ്പോൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് പേടിച്ചിട്ട് അതുപോലും പറയത്തില്ല. അപ്പോൾ അന്നത്തെ അധ്യാപകർ കുട്ടികളെ ശിക്ഷിച്ചായിരുന്നു വളർത്തിയിരുന്ന. പേരൻസും അതെ. ഇന്ന് പേരൻസിന് കുട്ടികളെ തൊടാൻ പറ്റത്തില്ല. ഇതിലൊക്കെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ എക്സാമിന് അയച്ചതാണോ പറയേണ്ടത്? ഇവർ നമ്മുടെ സർക്കാരിനൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഈ പിള്ളേരെ എന്തിനാണ് അവർ എക്സാം എഴുതിപ്പിച്ചത്? അവരെ എഴുതിപ്പിക്കാതിരിക്കാമല്ലോ. ഇവരൊക്കെ പഠിച്ച് പാസ്സായിട്ട് എന്ത് നേടാനാണ്? ഇവരുടെ ഒരു വർഷം പോയി എന്ന് വെച്ച് എന്ത് സംഭവിക്കാനാണ് ഈ നാട്ടിൽ? ഈ പിള്ളേരെ പോലുള്ള ഈ തലതെറിച്ചതുങ്ങൾ വളർന്നു വരുമ്പോഴല്ലേ നാളത്തെ രാഷ്ട്രീയക്കാരും നാളത്തെ MP-മാരും MLA-മാരും നാളത്തെ എന്താ പറയുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും കാരണം നീതിപീഠത്തിൽ ഇരിക്കുന്നവരൊക്കെ ആവുന്നത്. ഇവരുടെ കീഴിൽ വരുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോഴേ നമ്മുടെ നിയമങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം അവരുടെ. അപ്പോൾ ഇവരെ പഠിച്ച് വലുതായി വന്നിട്ട് ഇവർ എന്ത് നേടാനാണ് ഈ നാട്ടിൽ? അടുത്ത തലമുറേനെ ഞെരുക്കി കൊല്ലാനോ, അത് കണ്ട് ആസ്വദിക്കാനോ, ഒരാൾ അടി കൊണ്ട് വേദനിക്കുമ്പോൾ അത് കണ്ട് രസിക്കാനോ? അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അങ്ങനെയാണ്, തീർത്തടാന്ന്. അവർ എൻജോയ് ചെയ്യാണ്. അവൻ അടി കിട്ടി അവൻ കരയുന്നത്, ഒരാൾ അടി കിട്ടി കഴിയുമ്പോൾ അവരുടെ കരച്ചിൽ അവർക്കത് സന്തോഷമാണ്, അവർ എൻജോയ് ചെയ്യുകയാണ്. ഇതൊന്നും ഒരു സിനിമയുടെ സ്വാധീനമൊന്നും അല്ല കുഞ്ഞുങ്ങളിൽ. ഞാൻ പലരുടെയും വീഡിയോകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്തൊക്കെ അവർ പറയുന്ന സിനിമകളൊക്കെ അവരെ സ്വാധീനിക്കുന്നതാണ്. എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാ? ഈ മലയാളത്തിലൊക്കെ അടുത്തിടയ്ക്കല്ലേ ഇത്രയും ഒരു സിനിമകളൊക്കെ ഇറങ്ങിയത്. അതിനു മുമ്പ് എന്താ ഈ കുട്ടികളൊന്നും സിനിമകളൊന്നും കണ്ടിട്ടില്ലേ? ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ അവർക്കൊരു ഓപ്ഷൻ ഇല്ലേ? ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കയ്യിൽ വരെ ഫോണുണ്ട്. നമുക്ക് ഫോൺ തൊടാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും തൊട്ട് എന്തെങ്കിലും പറ്റി പോവോ എന്നുള്ളൊരു പേടി. പക്ഷേ ഈ കുട്ടികൾക്ക് അങ്ങനെയല്ല, അവർക്ക് പേടിയില്ലല്ലോ. അവരെ എന്തും തൊടുവും കാര്യങ്ങളൊക്കെ അവർ വേഗം പഠിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ ഓരോന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് അവർക്കൊരു പേടിയുമില്ല.
അവരത് കാണുകയും ഒക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന എന്താ, മലയാള സിനിമയിൽ കുറച്ച് സിനിമ ഇറങ്ങിയതുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങനെ തെറ്റി പോകണമെന്നാണോ? അതൊന്നുമല്ല. അങ്ങനെയാണ് സിനിമയൊക്കെ അവർ പണ്ടേ കണ്ടിട്ടുണ്ട്. പണ്ടേ ഇത് ചെറുപ്പകാലം തൊട്ടേ അവർ പല സിനിമകളും കണ്ടു. എന്തിനേറെ പറയുന്നു, കാർട്ടൂണുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ വരുന്നത്? അതിനകത്തൊക്കെ ഈ കഴുത്ത് പിടിച്ച് ഞെരിക്കലും എന്താ പറയണ ഇടിച്ച് പഞ്ഞിക്കിടലൊക്കെയാണ് കാണുന്നത്. അത് കണ്ട് രസിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് നടത്തുന്നത്. എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പനമ്മയെ തല്ലിയ അപ്പനമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാം, അധ്യാപകർ തല്ലിയ അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ തലതെറിച്ച് പോയി ഈ കുട്ടികൾ. അല്ലാതെ എന്താ പറയുക? അതല്ലേ ഒരു ടീച്ചർ പറഞ്ഞത്. അവരോട് ഞാൻ 100% യോജിക്കുന്നു. കുട്ടികളെ എക്സാം എഴുതിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധം നടന്നു. അവിടെ വന്നിട്ട് അവർ പ്രതിഷേധം അറിയിച്ചു. ശക്തമായി തന്നെ അവർ പ്രതികരിച്ചു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം അവർ എക്സാം എഴുതിക്കരുതായിരുന്നു. ഈ തലമുറ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മുതിർന്നവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ അവർ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഇവർ നിയമങ്ങളൊക്കെ മാറി ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്ക ശിക്ഷ കൊടുക്കണമായിരുന്നു. ആ ടീച്ചറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടി നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ് കാണുന്നത്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈവെട്ടണം കാല് വെട്ടണം അതിലൊക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകുമ്പോൾ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറാണ് ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റാണ്. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. എന്റെ പേര് ജയ രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെയും പിടിച്ച് ജയിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലും ഇല്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയാണ് എനിക്ക് പറയാൻ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയൂലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ്. സത്യം. ഒരു മതത്തെയോ രാഷ്ട്രീയത്തെയോ ഇതിലേക്ക് അടുപ്പിക്കരുത്. കാരണം ഈ മതം എന്ന് പറയുന്നതും ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനങ്ങളാണ് ജനങ്ങളെ നശിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ സാത്താൻ വിളയാടുന്നു എന്ന് പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല. ഇവരുടെ ഉള്ളിലും രാഷ്ട്രീയവും മതവും ഒക്കെ കുത്തി തിരികെ കൊടുത്തേച്ച് ഇവരെ ഇങ്ങനെ ഇളക്കി വിട്ടേക്കുവാണ്. എന്തും ചെയ്തോടാ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന്. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പേരൻസിന് പോലും സപ്പോർട്ടുണ്ട്. അതാണ് അതിശയം തോന്നുന്നത്. ഈ 15 വയസ്സുള്ള പയ്യന്മാരെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് നിയമത്തിന് പറ്റത്തില്ല എങ്കിൽ അവരുടെ പേരൻസിനെ അങ്ങ് ശിക്ഷിക്കുക. അതല്ലേ വേണ്ടത്? നല്ല നടപ്പിന് അവരെ അങ്ങ് ശിക്ഷിക്കുക. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുട്ടികൾ ചെയ്യുന്ന കുറ്റത്തിന് പേരൻസാണ് പുറകെ നടക്കുന്നത്. അതുപോലെ ഇവരെ നടത്തണം. പേരൻസിന് തന്നെ ശിക്ഷ കൊടുക്കണം. അപ്പോൾ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അങ്ങ് മാറണം. ശിക്ഷാ നടപടികൾ ഇങ്ങനെ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അവരെ പിൻവാതിൽ കൂടെ ഇറക്കി വിട്ടിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വിടുന്നതല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.